ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെപ്പോഴും മോശം വരണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി, അത് തേർഡ് പാർട്ടി ആയാലും അല്ല ഇനി നിങ്ങളുടെ ഏതെങ്കിലും ശത്രു ആയാലും, അവർ പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ അവരുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അതുപോലെ ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിയെ കണ്ടപ്പോഴോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ ആദ്യമായിട്ട് കടന്നു വന്നപ്പോഴോ, അതായത് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷൻ, അതായത് ആദ്യമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കൂടിക്കാഴ്ച, ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങളിലുള്ള ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഓറ, ഇതെല്ലാം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ആ ഒരു സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി, അതായത് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സോളാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്തോ ഒരു പ്രത്യേകത എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഫിസിക്കലി മാത്രമല്ല, സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർ ഈ ഒരു പോസ്റ്റിൽ എത്താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയുമാകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല ഒന്നായിരിക്കും. അതായത് ഫൈനാൻഷ്യലി, സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കാം. അതായത് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് എല്ലാം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യക്തിയായിരിക്കാം. മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാ ആൾക്കാരെയും പറ്റിയല്ല, കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ചില ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയും കാണുന്നുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യലി നല്ലൊരു രീതിയിൽ, വലിയൊരു രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അവരെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിലൊരു റിച്ച്നെസ് ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതിയായിരിക്കാം നിങ്ങളുടേത്. അതായത് ആവശ്യത്തിനുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരുത്തുന്ന രീതിയിൽ, അതായത് അത് കാരണം അസൂയ ഉണ്ടാകാം, ഉള്ള തരത്തിലുള്ള രീതിയിലുള്ളതുമാകാം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ആ ഒരു ശത്രു ആയിക്കോട്ടെ, അവർ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് അവർക്ക് തോന്നിയ ആദ്യത്തെ തോന്നലുകൾ ഇതാണ്. അതായത് നിങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനായിട്ട് അവർക്ക് അത്ര എളുപ്പമല്ല. നിങ്ങൾ കുറച്ച് ബുദ്ധിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജിയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തികൾ പാസ്റ്റിൽ നിങ്ങളിൽ തിരിച്ചറിഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഇവരിൽ നിന്നും എല്ലാ രീതിയിലും മികച്ചതാണ്, മുൻപിലാണ് എന്നുള്ള സത്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കാരണം. നിങ്ങളിലെ സൗന്ദര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഇതെല്ലാം കാണുമ്പോൾ ഇവർക്കൊരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ വ്യക്തിയുമൊത്തുള്ള നിങ്ങളുടെ ആ ഒരു ബന്ധം, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഒക്കെയും ആദ്യം നല്ലതായിരുന്നു. ഇതൊക്കെയും കാണുമ്പോൾ ഇവർക്ക് അസൂയയാണ് ഉണ്ടായത്. കാരണം ഇവർ ചിന്തിച്ചിരുന്നത്, എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് ഇത്രയധികം സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ സ്നേഹം കാണിക്കേണ്ട ആവശ്യം എന്താണ്, ഇവർ രണ്ടുപേരും എങ്ങനെ ഇത്ര നല്ലതായിട്ട് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് അസൂയ ഉണ്ടായതായിട്ട് കാണാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ലതായിട്ട് പോകുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളിലുണ്ടായ ഒരു സ്നേഹം, അതിൽ ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല മറ്റ് ചില ആൾക്കാർക്കും ഈ കാരണത്തെക്കുറിച്ചിട്ട് നിങ്ങളോട് അസൂയ ഉണ്ടായിട്ടുണ്ട്. ഇവർ പല പദ്ധതികളും ഗൂഢാലോചനകളും നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലവ് ലൈഫ് നശിപ്പിക്കുന്നതിനായിട്ട് പല രീതിയിലും ഇവർ നിങ്ങളുടെ പാർട്ട്ണറിനെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ വലിയൊരു അകലം ഉണ്ടാകാൻ പോലും ചില വ്യക്തികൾ കാരണമായിട്ടുണ്ട് എന്ന് കാണാം. ഇവരുടെ ജീവിതത്തിൽ ഇവർ ഈ ഒരു സമയം ശനി മഹാദശയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ ശത്രു ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി ഈ ഒരു ദശയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കർമ്മ ഇവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതും അവർ ചെയ്ത തെറ്റുകൾ അവരെ പഠിപ്പിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഡെവിലിൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലരുടെ എനർജി നോക്കുവാണെങ്കിൽ ചില വ്യക്തികൾ രാഹുർദശയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഈ വ്യക്തിയുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് പോലെ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഇവർ പറയുന്നതിലും വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നത്. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിലും നിങ്ങളുടെ ഇടയിലും തെറ്റിദ്ധാരണകൾ ഇവരുണ്ടാക്കിയതുപോലെ അവരുടെ ജീവിതത്തിലും മറ്റുള്ളവർ അവരെ ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. ശരിയായ കാര്യങ്ങൾ തെറ്റാണെന്നും തെറ്റിനെ ശരിയായുമാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കർമ്മയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കർമ്മ ബാധിക്കുന്നത് ഇവരുടെ സാമ്പത്തികത്തിലാകാം, ഇവരുടെ കുടുംബ ജീവിതത്തിലാകാം, അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലാകാം. ചില സമയങ്ങളിൽ ഇങ്ങനെയുമാകാം. അതായത് മുതിർന്നവർ ചെയ്തു കൂട്ടുന്ന കർമ്മ അല്ലെങ്കിൽ പാപങ്ങൾ നേരിടേണ്ടി വരുന്നത് അവരുടെ തലമുറകൾ ആയിരിക്കാം. ഇവിടെ ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു തടസ്സം, കാലതാമസം ഒക്കെ നേരിടുന്നതായി കാണാം. അവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇവർ തന്നെ ചെയ്തു കൂട്ടിയ ഇവരുടെ പാപങ്ങളുടെ ഫലമായിട്ടാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ വെച്ച് കളിച്ചു, നിങ്ങളോട് തെറ്റ് ചെയ്തു. അത് തിരിച്ച് ഇവരിലേക്ക് തന്നെ തിരികെ ചെല്ലുകയാണ്. ഇവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പോവുകയാണ്. ഇവരുടെ മക്കൾക്ക് സുഖം ലഭിക്കുന്നില്ല. ഇവരുടെ മക്കളുടെ മാരീഡ് ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡൈവോഴ്സസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇവർക്ക് നേരിടേണ്ടി വരുമെന്നാണ് കാണുന്നത്. ഇതെല്ലാം ഈ ഒരു ശനിദശാ കാലത്ത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളോട് എന്ത് തെറ്റാണ് ഇവർ ചെയ്തതെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തതെങ്കിലും, നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ നിങ്ങൾക്ക് നേരെ ചെയ്തെങ്കിലും, അതെല്ലാം തന്നെ പതിയെ പതിയെ നിങ്ങളിൽ നിന്നും റിലീസായിട്ട് അവരിലേക്ക് തന്നെ തിരികെ ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങുമ്പോൾ, ഉറക്കത്തിൽ പോലും അവർക്ക് പല സ്വപ്നങ്ങൾ കണ്ട് അവർ പേടിച്ച് എണീക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങളിലേക്ക് വിട്ട ആ ഒരു നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസ് ഇവരിലേക്ക് ചെന്നിട്ട് ഇവരെ ഭയപ്പെടുത്തുന്നതുമാകാം. ആ രീതിയിലുള്ള വളരെ ഡാർക്കായിട്ടുള്ള ഒരു എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ കണ്ണുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടാകാം. ഈ രീതിയിലുള്ള എന്തൊക്കെയോ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ ഇത് തേർഡ് പാർട്ടി ആകാം ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത്. ചിലരുടെ കേസിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാകാം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഇത് നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു കർമ്മയാണ് ഇവർ നേരിടുന്നത്. അതുപോലെ ഭാവിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ആ ഒരു കാമത്തിൻ്റെയൊക്കെ എനർജിയൊക്കെ ബാലൻസ് ആകുന്നതായിട്ട് കാണാം. പലപ്പോഴും ശനിദശാ കാലത്ത് അല്ലെങ്കിൽ രാഹു, കേതു, ഈ പ്ലാനറ്റ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ, സ്ട്രഗിൾസ് ഒക്കെ കൊണ്ടുവന്നേക്കാം. അതേസമയം തന്നെ ഒരു യോദ്ധാവിൻ്റെ എനർജിയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ എനർജി, അല്ലെങ്കിൽ ആ ഒരു ലസ്റ്റിൻ്റെ, അതായത് കാമത്തിൻ്റെ എനർജിയൊക്കെ അവരുടെ സ്ട്രെങ്ത് ആയിട്ട് പരിവർത്തനം ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു യോദ്ധാവിൻ്റെ എനർജിയിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ മാറും. ആ ഒരു മാറ്റം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ ഭാവിയിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഉടനെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി അവരുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും. അതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചാൻസസ് കാണുന്നു. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ സ്വയം ഒരു പവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിനകം ഉണ്ടായിട്ടുണ്ടാകണം. വരുന്ന സമയത്ത് അവർ എല്ലാ രീതിയിലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എല്ലാ കോണ്ടാക്ട്സും എല്ലാ കണക്ഷൻസും അവർ ഉപേക്ഷിക്കും. അവരുടെ സ്ട്രെങ്ത്തിൽ വന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് എടുക്കുന്നതായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.
ഈ സമയത്ത് അവരെടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒന്നോ വേണോ വേണ്ടേ അങ്ങനെ സംശയത്തോടെ ഉള്ള ഒന്നല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും അവരെടുക്കുന്നത്. ഇത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ ആകാം. ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത് നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവരും അവരുടെ ജീവിതത്തിൽ നിങ്ങളുമാണ്. ആ ഒരു രീതിയിൽ ഒരു ഡെസ്റ്റിനി ഉള്ള വ്യക്തികളുടെ ലൈഫിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അതായത് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടി വന്നതോ നിങ്ങളുടെ ഇടയിൽ ഒരു അകലം വന്നതോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഒരുപക്ഷെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും ഓർക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നിരിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലുള്ള ആൾക്കാരും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. അല്ലെങ്കിൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളിൽ കുറേ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴോ ഇത് നാച്ചുറലി ഈ ഒരു സൈക്കിൾ എൻഡായിട്ട്, അതായത് ഈ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനോ അതൊക്കെ അവസാനിച്ചിട്ട് വീണ്ടും ഒരു റീയൂണിയൻ്റെ ചാൻസസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റീയൂണിയൻ ആകാം, റീകൺസിലേഷൻ ആകാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാകാം. ഇതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കാണുന്നത് ചില ആൾക്കാരുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ആദ്യമേ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ആയത്, അല്ലെങ്കിൽ ആദ്യമേ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓൺ ആൻഡ് ഓഫ് ആക്കിയിട്ട്, അതായത് കൺഫ്യൂഷനിലാക്കിയാണ് വെച്ചിരുന്നത്. ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല. എപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. ഒരു രീതിയിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വ്യക്തി. അതായത് അവർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ആ ഒരു രീതിയിൽ, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങളെ വിട്ടുമാറി നിൽക്കുക, അവർക്ക് ഉപയോഗമുള്ളപ്പോഴും നിങ്ങളുടെ അടുത്ത് വരിക, ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ യൂസ് ചെയ്ത് അവർ വളരാൻ നോക്കിയ, ആ ഒരു രീതിയിൽ വളരെ ടോക്സിക്കായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്ത വ്യക്തി, അതായത് 2 ദിവസം നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ നിന്നാൽ 4 ദിവസം നിങ്ങളുടെ അടുത്ത് ഭയങ്കര നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അവരെ കാണാൻ പോലും കിട്ടിയില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൂടെ നിൽക്കില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമുള്ളൊരു വ്യക്തി. എന്നിട്ട് നിങ്ങളിൽ നിന്നും എനർജി എല്ലാം എടുത്തുകൊണ്ട് പോവുക, പോയിട്ട് വീണ്ടും വരിക, നിങ്ങളിൽ നിന്ന് പൈസ എടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ എടുക്കുക. നിങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പ്രശ്നങ്ങളുണ്ടാവുക. അതായത് അവരിങ്ങോട്ടൊന്നും തരുന്നില്ല, നിങ്ങളിൽ നിന്നും എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുക, എനർജി, പൈസ എല്ലാം നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക. പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ ആ ഒരു സ്ഥലത്ത് പിന്നെ അവരെ കാണാൻ പോലും കിട്ടില്ല. അതായത് ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ ആദ്യമേ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം അതിനേക്കാൾ ഉപരി അവർക്ക് അവരുടെ ഈഗോയാണ് വലുത്, നെഗറ്റിവിറ്റിയാണ് വലുത്. അല്ലെങ്കിൽ ആദ്യമേ ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തി, എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ്, കള്ളുകുടി, ചീട്ടുകളി, ഡ്രഗ്സ്, അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉള്ള വ്യക്തി. ഇങ്ങനെയുള്ള വ്യക്തികളുമൊത്തുള്ള ബന്ധം എങ്ങനെ പോയാലും അത് പോയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അത് എങ്ങനെ പോയാലും അത് പോയേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ്സിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അത് നാച്ചുറലി അത് ഒരു ടൈം കഴിയുമ്പോൾ, ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അത് തനിയെ അങ്ങ് പോവും. പക്ഷേ ഈ ഒരു കാർമിക് സോൾമേറ്റിൻ്റെ കേസിലും ഇപ്പോൾ ഡിവോഴ്സ് ആയെങ്കിലും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയെങ്കിലും അല്ലെങ്കിൽ അത്രത്തോളം ഒരു ലെവലിൽ എത്തിയെങ്കിലും നിങ്ങൾ രണ്ടാമതും ഒന്ന് ചിന്തിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് പോകണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാകും, എങ്കിലും നിങ്ങളുടെ ഇടയിൽ ആ ഒരു എന്തോ ഒരു ചിന്ത, അതായത് ഇത് പോകണ്ടായിരുന്നു, ഇത് വേണമായിരുന്നു എന്നുള്ള ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വേണ്ട, ഇത് പോയത് നല്ലതായി എന്നുള്ള ചിന്തയും ഉണ്ടായിരിക്കും. അതായത് ഡബിൾ മൈൻഡ്, കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആ ഒരു സ്റ്റേജ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വിധി മറ്റൊന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിസയർ, ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ്, അതായത് നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ അവരുടെ സമയമാകുമ്പോൾ ആ ഒരു ലെസൺസ് പഠിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്രേ പഠിക്കാനുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവരുമായിട്ട് പിന്നെ ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവർ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ബന്ധം അവിടെ അവസാനിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെയുള്ളതാണ്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറും എന്ന് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓരോരുത്തരുടെയും പറയാൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്.
ഈ റീഡിങ്സ് എല്ലാം തന്നെ നിങ്ങൾക്കൊരു വ്യക്തത തരുന്നതിനും അതുപോലെ നിങ്ങളെ അവെയർ ആക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നല്ലതായി വരുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് മുറിവുകളാണ് വന്നത്, നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്കുള്ള പാഠങ്ങളായിരുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് എന്നുള്ളത്. നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിജയിക്കാനായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, പരീക്ഷ എഴുതാറുണ്ട്, വിജയിക്കാറുമുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പരീക്ഷകളാണ്. അപ്പോൾ പരീക്ഷകൾക്ക് മുമ്പുള്ള നമ്മുടെ ലെസൺസ് ആണ്, നമ്മൾ പഠിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെയൊക്കെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തോറ്റു പോകുന്നു എന്ന് കരുതുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്, നല്ല രീതിയിൽ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ സോള് ഉയരുകയാണ്, ഹയർ ലെവലിലോട്ട്, വൈബ്രേഷൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു വ്യക്തിയും ഒരു സാഹചര്യവും ഒന്നും തന്നെ നഷ്ടങ്ങളായിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ തോൽവികളല്ല. എല്ലാം നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നമ്മുടെ സോള് ഓരോ ലെവലിലോട്ട് പോകുന്നതിനുള്ള ഓരോ പരീക്ഷകൾ മാത്രമായിരുന്നു. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.